ഒരു പടി ഇറക്കവും ഒരു തിരിച്ചുവരവും നമുക്കിന്ന് ധ്യാനിക്കണം. ശരിക്കും ബൈബിള് മുഴുവനും നോക്കിയാൽ അതാണ്. ബൈബിള് മുഴുവനും കൂടെ നോക്കിയാൽ ഒരു പടി ഇറക്കവും ഒരു തിരിച്ചുവരവുമാണ്. ഒരു പടി ഇറക്കവും ഒരു തിരിച്ചുവരവുമാണ്. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, നമുക്കിഷ്ടം പോലെ സങ്കടം ഞെരുക്കമൊക്കെ ഉണ്ട്. ഇല്ലാത്തത് ആരാ ഉള്ളത് അല്ലേ? സങ്കടവും ബുദ്ധിമുട്ടും ഇല്ലാത്ത ആരാ ഉള്ളത്? ഈ ഞെരുക്കവും സങ്കടവും വരുമ്പോൾ എന്തുകൊണ്ട് കർത്താവിനെ കുറിച്ച് കൂടുതൽ കേൾക്കണം, എന്തുകൊണ്ട് വചനം കൂടുതൽ കേൾക്കണം എന്ന് പറഞ്ഞു തരാം. അതിനൊരു സിമ്പിൾ ലോജിക്കുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ, തകർന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ഈശോയോട് പറയുന്നറിയാമോ? ഈശോയെ, ഞങ്ങൾ നിന്നെ ഗൗരവത്തോടെ എടുക്കുന്നു. വി ആർ ടേക്കിംഗ് യു സീരിയസ്ലി. വി ആർ ടേക്കിംഗ് യു സീരിയസ്ലി. ഞങ്ങൾ അങ്ങയെ ഗൗരവത്തോടെ എടുക്കുന്നു. അപ്പോൾ ഈശോ തിരിച്ച് എന്ത് പറയുമായിരിക്കും ചിരിച്ചുകൊണ്ട്? എന്നാൽ ഞാനും നിങ്ങളെ ഗൗരവത്തോടെ എടുക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പം ചിലർ ചോദിക്കും, ഈ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുന്നത്? ആകെപ്പാടെ ബുദ്ധിമുട്ടി തകർന്നിരിക്കുമ്പോൾ വല്ലോ ആങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുക. അല്ലാതെ ഇതെങ്ങനെ ഞങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ കർത്താവിനെ ഗൗരവത്തോടെ എടുക്കുകയാണ്. നമ്മൾ കർത്താവിനെ ഗൗരവത്തോടെ എടുക്കുമ്പോൾ കർത്താവ് നമ്മയും ഗൗരവത്തോടെ എടുത്തോളും. അത്ര എളുപ്പമാണ്. ആകെപ്പാടെ വയ്യ, പക്ഷേ കർത്താവെ നിന്റെ വചനം ഞങ്ങൾ കുറച്ചു നേരം കേൾക്കട്ടെ. ഞങ്ങൾ പറയുകയാണ്, വി ആർ ടേക്കിംഗ് യു സീരിയസ്ലി. അപ്പോൾ ഈശോ പറയുന്നു, ഓക്കെ ഫൈൻ, ദെൻ ഐ വിൽ ടേക്ക് യു സീരിയസ്ലി. കർത്താവിനെ ഗൗരവത്തോടെ എടുത്തു. അതിന് നല്ല ഉദാഹരണമാണ് സുവിശേഷത്തിലെ ഒരാള് ഈശോയെ ഗൗരവത്തോടെ എടുത്തപ്പോൾ ഈശോ പുള്ളിയെയും പുള്ളിയുടെ കുടുംബത്തെയും ഗൗരവത്തോടെ എടുത്തു. ആരായിരിക്കും അത്? നോക്കട്ടെ, പല ഉദാഹരണമുണ്ട്. സുവിശേഷത്തിൽ ഒരാള് ഈശോയെ ഗൗരവത്തോടെ എടുത്തപ്പോൾ ഈശോ തിരിച്ച് അയാളെ മാത്രമല്ല അയാളുടെ കുടുംബത്തെ വരെ ഗൗരവത്തോടെ എടുത്തു. ആരാണ്? സക്കൈവൂസ്. ഈശോ പറയുന്നുണ്ട്, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അത് പിന്നെ വാക്കാലെ അല്ലേ പറഞ്ഞേ? വാക്കാലെ പറഞ്ഞു. കുറച്ചിത് പ്രവൃത്തി തന്നെ നടന്നു. ഇതാരുടെയാ? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു, കുഴപ്പമില്ല. പിന്നെ ഇനിയും പറഞ്ഞു. ലാസർ ഓക്കെയാണ്, ശരിയാണ്. പിന്നെ ഏറ്റവും സിമ്പിൾ ഉദാഹരണം, നിങ്ങൾ പറഞ്ഞതൊക്കെ നല്ല ഉത്തരങ്ങളാണേ. ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ഉദാഹരണം പറയാം. പത്രോസിനെ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പത്രോസ് എന്ത് ചെയ്തു? വല അവിടെ ഇട്ടിട്ട് ആരുടെ പുറകെ പോയി എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ഇവിടെ ജീവിക്കാനുള്ള മാർഗം അവിടെ കിടക്കുന്നത്, വള്ളവും വലയും. അപ്പൊ പത്രോസ് പറയുകയാണ്, ഐ ആം ടേക്കിംഗ് യു സീരിയസ്ലി. ഞാൻ നിന്നെ ഗൗരവത്തോടെ എടുക്കുന്നു. അങ്ങനെ ഇറങ്ങി തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് വയ്യ. ആരാ ശരിക്കും ചെല്ലണ്ടേ? അമ്മായിമ്മയ്ക്ക് വയ്യെങ്കിൽ ആരാ ചെല്ലണ്ടേ? ഓടി ചെല്ലേണ്ടത് മരുമോനല്ലേ? അല്ലേ? പത്രോസല്ലേ ചെല്ലേണ്ടത്? പക്ഷെ ആര് ചെന്നു? ഈശോ ചെന്നു. എന്താ കാര്യം? പത്രോസ് ഈശോയെ ഗൗരവത്തോടെ എടുത്തപ്പോൾ ഈശോ പത്രോസിനെയും അവൻ്റെ കുടുംബത്തെയും ഗൗരവത്തോടെ എടുത്തു. അത്രയേ ഉള്ളൂ. ദൈവിക കാര്യങ്ങളെ, കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ഗൗരവത്തോടെ എടുക്കുമ്പോൾ ബാക്കി നമ്മുടെ കാര്യം. അപ്പം നമ്മളെല്ലാം ഈ പറഞ്ഞു കേൾപ്പിക്കണമെന്നില്ലെന്ന്, എല്ലാം കൂടെ പറഞ്ഞു കേൾപ്പിക്കണമെന്ന് ഇല്ല. കർത്താവിനെ കേട്ടാൽ മതി. ഈ രണ്ടു പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആരാണ് കൂടുതൽ മിണ്ടേണ്ടത്? അറിവുള്ളവനാണോ അറിവില്ലാത്തവനാണോ? സാധാരണഗതിയിൽ നിങ്ങൾ നാട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെയൊക്കെ വീട്ടിലും ബന്ധങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ രണ്ടുപേരും തമ്മിൽ മിണ്ടുക. അപ്പോൾ ആര് കൂടുതൽ മിണ്ടിയാലാണ് ആ സംഭാഷണം കൂടുതൽ ഫലപ്രദമാകുന്നത്? അറിവുള്ളവൻ മിണ്ടുന്നതാണോ അറിവില്ലാത്തവൻ മിണ്ടുന്നതാണോ നല്ലത്? ആരാ കൂടുതൽ മിണ്ടണ്ടേ? അറിവുള്ളവൻ. ഉറപ്പാണേ? ആണ്. അങ്ങനെയാണെങ്കിൽ വേഗം പറ. നമ്മളും ദൈവവും സംസാരിക്കുമ്പോൾ അറിവുള്ളത് ആർക്കാ? ദൈവത്തിന്. കൂടുതൽ സംസാരിക്കുന്ന ആരാ? അതെന്നാ മണ്ടം പരിപാടിയാണ്. ശരിക്കും ചിന്തിച്ചു നോക്ക്. പ്രാർത്ഥന സംഭാഷണമാണ് ഞാനും ദൈവവും തമ്മിൽ. രണ്ടുപേർ സംസാരിക്കുമ്പോൾ അറിവാർക്കാ കൂടുതൽ? നിശ്ചയമായും ദൈവത്തിന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പറയുക, കർത്താവേ, ഇന്നലെ എൻ്റെ കറിക്കലം പൊട്ടി, ഇന്നലെ അത് കാണാതെ പോയി, ഇന്നലെ എൻ്റെ കൊച്ചിന് ആ പരീക്ഷ തോറ്റുപോയി, നാളെ എൻ്റെ കൊച്ചിനൊരു ഇന്റർവ്യൂ വരുന്നുണ്ട്. ഇതൊക്കെ ആർക്കറിയാം? നമ്മൾ എന്നാ മണ്ടന്മാരാണ്. കർത്താവിന് അറിയാവുന്ന കാര്യങ്ങളെ പിന്നെയും കർത്താവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ. പറയും തെറ്റല്ല. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണം അറിയാവുന്നവനാണ് മുമ്പിൽ നിൽക്കുന്നത്. ആരാത്? ഈശോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? കേൾക്കണം കൂടുതൽ കർത്താവിനെ കേൾക്കാൻ സമയം മാറ്റിവെക്കണം.
കർത്താവിനെ കേൾക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തരും, എന്തിനാണ് നിന്റെ ജീവിതത്തിൽ ഈ സങ്കടം ഞാൻ തന്നത്, എന്തിനാണ് ഒരു കാര്യമില്ലാതെ ഇങ്ങനൊരു രോഗം ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്, എന്തിനാ നന്നായിട്ട് പോയപ്പോൾ ഈ സാമ്പത്തിക തകർച്ച വന്നത്, എന്തിനാ നന്നായിട്ട് വളർത്തിയ കൊച്ചുതേ ഇപ്പോൾ ഒന്ന് ഇടറിപ്പോയത്. അതിൻ്റെ പിന്നിൽ ദൈവ പദ്ധതിയിൽ ഒരു കാരണമുണ്ടെങ്കിൽ ആ കാരണം ആര് പറഞ്ഞു തരും? അപ്പൊ അതിനെന്ത് ചെയ്യണം? കർത്താവിനെ കേൾക്കണം. ഹല്ലേലൂയ. കിട്ടിയോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? യെസ്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ഈ വിഷയം ഇന്നത്തെ ടോക്ക് എന്താന്നാ പറഞ്ഞേ? ഒരു തലക്കെട്ട് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? നോമ്പാണ് ചിന്ത. എന്നാലും ഒരു 2 വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു. പടിയിറക്കവും തിരിച്ചുവരവും. അപ്പോൾ ഇത് ബൈബിളിൽ ഏത് സംഭവമായിരിക്കും? അറിയാൻ മേലാത്ത ഒന്നും ഞാൻ പറയുന്നില്ല, അറിയാവുന്നതൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. പടിയിറക്കം ഏതായിരിക്കും? പടിയിറക്കം. ബൈബിളിലെ ഒരു പടിയിറക്കം, ഒരു ഇറങ്ങിപ്പോക്ക്, ഒരു പടിയിറക്കം ഏതാ? ക്ലാസിക്കൽ ധൂർത്തപുത്രൻ്റെത്. പിന്നെ ധൂർത്തപുത്രൻ്റെ കറക്റ്റാണ്. പിന്നെ മെയിൻ പടിയിറക്കം ഏദനിൽ നിന്ന് പടിയിറങ്ങിപ്പോയത്, ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത്, അതാണ് പടിയിറക്കം. ഒരു സ്ഥലത്ത് കർത്താവ് നമ്മളെ വെച്ചതാ, അവിടുന്ന് നമ്മൾ ഇറങ്ങിപ്പോവാണ്. നമ്മളതാണ് ധ്യാനിക്കുന്നത്. തിരിച്ചുവരവ് ഈ പറഞ്ഞ ഏത് ധൂർത്തപുത്രന്റെ ഉപമ ധ്യാനിക്കും. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യണം ദിവസം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഒരു പടിയിറക്കം നടക്കുന്നുണ്ടോ? പടിയിറക്കം നടക്കുന്നുണ്ടെങ്കിൽ തിരിച്ചുവരവിന്റെ കാലമാക്കി ഏത് കാലത്തെ മാറ്റണം? നോമ്പ് കാലത്തെ. നോമ്പ് കാലം തിരിച്ചുവരവിന്റെ കാലമാണ്. അങ്ങനെ വിചാരിച്ച് നമുക്കിതിലേക്ക് പ്രവേശിക്കാൻ പറ്റണം. കിട്ടുന്നുണ്ടോ? ബൈബിളുണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തേ, ബൈബിൾ എടുത്തേ. എന്തിനാണ് ബൈബിൾ കൊണ്ടുവരുന്നത്? ബൈബിൾ കൊണ്ടുവരുമ്പോൾ ഈശോയോട് എന്താ പറയുന്നത്? ഈശോയെ, ഐ ആം ടേക്കിംഗ് യു സീരിയസ്ലി. ഞാൻ നിന്നെ ഗൗരവത്തോടെ എടുക്കുന്നു. അത്രേ ഉള്ളൂ. ബൈബിൾ കൊണ്ടുവന്നിട്ട് ഇപ്പം തന്നെ ഇതെല്ലാം കൊണ്ട് പഠിക്കാൻ പോവാണ്, അങ്ങനൊന്നും വിചാരിക്കേണ്ട. ഞാൻ നിന്നെ ഗൗരവത്തോടെ എടുക്കുന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്തുണ്ട്? അത്രേ ഉള്ളൂ. അത്രേ എന്നെ കൊണ്ട് ആവതുള്ളൂ ഇപ്പോൾ പറയാൻ എന്ന് പറഞ്ഞങ്ങ് എടുക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ മനുഷ്യന്റെ പതനം കാണുന്നത്, മനുഷ്യന്റെ വീഴ്ച കാണുന്നത്. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. അടുത്ത വാക്യം 15-ാമത്തെ വാക്യമാണ്. അതിനെ പറയുന്നത് പ്രോട്ടോ ഇവാഞ്ചലിയും എന്നാണ്. അതായത് ആദ്യത്തെ സുവിശേഷം ഇതാണെന്നാണ് പറയുന്നത്. 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏദൻ തോട്ടമാണ് രംഗം. അവിടെ സർപ്പം വന്ന് ആദത്തെ ഹവ്വായി ആദ്യം, പിന്നാലെ ആദത്തെ കെണിയിൽ വീഴിക്കുന്നത്
അവര് പാപം ചെയ്യുന്നത്, നഗ്നരാണെന്ന് തിരിച്ചറിയുന്നത്, മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുന്നത്, കർത്താവ് തേടി വരുന്നത്, ഈ വാഗ്ദാനം കൊടുക്കുന്നത്, അതിനുശേഷം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. എന്തെങ്കിലും ഒരു ചിന്ത. ഇത്രയും കാലം നമ്മളിങ്ങനെ ഇരുന്നിട്ടൊരു പക്ഷേ ഇതുവരെ എഴുന്നേറ്റ് നിന്നൊന്നും പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാകത്തില്ല. ഞാനിങ്ങനെ ഈ യൂത്തിനും കുട്ടികളും ക്ലാസ് എടുക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഈ യൂത്തിനോടൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയും, മക്കളെടാ എഴുന്നേറ്റ് നിൽക്കടാ, ഒരു കാര്യം പറയടാന്ന് പറയും. എന്നിട്ട് ഞാൻ പറയാറുണ്ട്, കുഞ്ഞേടാ നീ ആ രൂപത്തിൻ്റെ മുമ്പിൽ കത്തിക്കുന്ന ഒരു മെഴുകുതിരിയേക്കാൾ സ്വർഗം സന്തോഷിക്കുന്നത് ഇത്രയും പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ വചനത്തെ ഏറ്റുപറയാൻ പറ്റിയാൽ. എന്നുവെച്ചാൽ കർത്താവിൻ്റെ വചനത്തെ വചനമായിട്ട് സാക്ഷ്യമായിട്ട് നമ്മൾ ഏറ്റു പറയുന്നുണ്ട്. നല്ല കാര്യം. ഇതൊന്നുമല്ല, കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തെ നമ്മുടെ ബുദ്ധിയിൽ കർത്താവ് തന്നതിനെ ഏറ്റുപറയുന്നു. ഒരു മെച്ചവും കിട്ടുന്നതല്ല, ഏറ്റുപറച്ചിലാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ കാര്യമാണ്. നോക്കട്ടെ, ആരെങ്കിലും പറയുമെന്ന് നോക്കട്ടെ, എന്തെങ്കിലും ഒരു ചിന്ത ഈ ഭാഗത്ത് നിന്ന്. യെസ്, പടിയിറക്കവുമായി ബന്ധപ്പെട്ട്, പാപവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ. കിട്ടിയ ഗ്യാപ്പിലൊരു കുത്തു കൊടുത്തൊണ്ടോ? ഇരിക്കെ ആദ്യമായിട്ട് പാപം ചെയ്യുന്നത് സ്ത്രീയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ ഉള്ള കാലത്ത് നമുക്ക് ഒത്തിരി ഒച്ചയ്ക്കത് പറയാൻ പറ്റുകയില്ല. എന്നാലും വചനം വെച്ച് ആളത് പറഞ്ഞത് ശരിയാണ്. ആദ്യം വീണുപോയത് സ്ത്രീയാണ്. പക്ഷേ കുരിശിൻ്റെ ചുവട്ടിൽ അവളെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഒരു കാര്യമാണല്ലേ. കുരിശിൻ്റെ ചുവട്ടിൽ ഈ പറഞ്ഞ കേമന്മാരൊന്നും സന്തോഷമായില്ല. ഇപ്പോഴാണ് ചേച്ചിമാർക്ക് സന്തോഷമായത്. ഇപ്പോൾ കറക്റ്റ് അയച്ച ബാലൻസ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കിട്ടേണ്ടത് കിട്ടി. ഇപ്പോൾ ഓക്കെ. യെസ്, പിന്നെ കറക്റ്റ് ഹവ്വയാണ് ഇടറി തുടങ്ങിയത്. പിന്നെ ഇനിയും ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ കുടുംബം പരസ്പരം പഴി ചാരിയെന്നല്ലേ. ആദ്യത്തെ കുടുംബം തന്നെ പരസ്പരം പഴി ചാരുന്ന കാഴ്ച ഇന്ന് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കാണുന്ന കാഴ്ചയാണത്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടുകയാണ്. നീ ഇവള് കാരണമാണ്, ഇവൻ കാരണമാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ലത് കേട്ടോ, കറക്റ്റായിട്ടത് പറഞ്ഞു. ഇനിയും വല്ലതും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞത് ഞാനൊരു ഓർഡറിലാക്കി തരാം. 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ കാണാൻ പറ്റും. 4 കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഒന്നാമത്തെന്നറിയാമോ? ഒന്നാമത്തത്, സർപ്പം എന്താ ചെയ്യുന്നറിയാമോ? സർപ്പം ഇവിടെ പിശാചാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സർപ്പം ഇവിടെ ഈ എല്ലാത്ത സർപ്പം പിശാചാന്ന് പറയരുത് കേട്ടോ. ചുമ്മാ സർപ്പത്തെ കാണുമ്പോൾ പിശാചെന്ന് പറയരുത്. ഇവിടെ സർപ്പത്തെ പിശാചായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. സർപ്പത്തെ പിശാചിന്റെ രീതിയിലാണ്. എല്ലായിടത്തും അങ്ങനെ അല്ല. അതുകൊണ്ടാണ് കർത്താവ് മനഃപൂർവ്വം എന്ത് ചെയ്തത്? വേറൊരു കാര്യം ചെയ്യിപ്പിച്ചു. പഴയ നിയമത്തിൽ ഏത് കാര്യം? എക്സാക്ട്ലി, ബോധപൂർവമാണ്. ദൈവത്തിന്റെ പ്ലാനാണ്. പിച്ചള സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞത്. പിച്ചള സർപ്പത്തെ, കാരണം അവഹേളനത്തിന്റെ ചിഹ്നത്തെ സൗഖ്യത്തിന്റെ ചിഹ്നമാക്കി ഉയർത്തി അല്ലേ? നിങ്ങൾ മരുഭൂമിയിൽ മോശയോട് പറഞ്ഞത് പിച്ച സർപ്പത്തെ ഉയർത്ത്. അപ്പോ സർപ്പദംശനമേറ്റവര് സൗഖ്യം പ്രാപിക്കുമെന്ന് പറയുന്നില്ലേ? അവഹേളനത്തിന്റെ ചിഹ്നത്തെ സൗഖ്യത്തിന്റെ ചിഹ്നമാക്കി ഉയർത്തി. ഇതൊരു വരാനിരിക്കുന്നതിന് സൂചനയായിരുന്നു. ഏതിന്റെ സൂചന? കുരിശുമരണത്തിന്റെ. കുരിശ് എന്തായിരുന്നു? അവഹേളനത്തിന്റെ ചിഹ്നം. അവഹേളന ചിഹ്നത്തെ സൗഖ്യത്തിന്റെ ചിഹ്നമാക്കി കാൽവരിയിൽ കർത്താവ് ഉയർത്തി. അപ്പൊ ഇവിടെ സർപ്പത്തെ ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ പിശാചായിട്ട് മനസ്സിലാക്കണം. പിശാച് ചെയ്യുന്നത് എന്നറിയാമോ? പിശാച് ആദ്യം ഇവരിൽ സംശയം ജനിപ്പിക്കും. പിശാചിന്റെ ആദ്യത്തെ ചോദ്യം എന്താ? നോക്കിക്കേ, ആ ചോദ്യം നോക്കിക്കേ. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. അതിന്റെ ഉത്തരം ഇല്ല എന്നാണ്. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? ചോദ്യത്തിന്റെ ഉത്തരം ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഹൗവ ഇല്ലെന്ന് പറഞ്ഞിട്ടല്ലേ? തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായെന്നറിയാവോ? പറഞ്ഞതിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. കർത്താവ് പറഞ്ഞ കാര്യത്തിൽ പിശാച് എന്ത് ചെയ്യുന്നു? സസ്പീഷ്യൻ, സംശയം ജനിപ്പിക്കും. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ പഠിച്ചതിൽ, ലഭിച്ച വിശ്വാസത്തിന്റെ പാഠങ്ങളിൽ പിശാച് എന്ത് ചെയ്യും? സംശയം ജനിപ്പിക്കും. സംശയം ജനിപ്പിച്ചിട്ട് ഒന്നാമത്തതാണ് സംശയം. വിശ്വാസ വഴിയിലെ ആദ്യത്തെ അപകടം സംശയിക്കും. ആരെ സംശയിക്കും? ആരെയാ സംശയിക്കുന്നത്? ദൈവത്തെയും ദൈവത്തിന്റെ വാക്കിനെയും. അത് പിന്നീട് വളർന്നു വരുന്നതാണ്. ദൈവം പറഞ്ഞതിന് വിപരീതമായൊന്ന് പിശാചു പഠിപ്പിക്കും. വിപരീതമായൊന്ന്, ഫോൾസ് എക്സ്പെക്ടേഷൻ എന്ന് പറയും. തെറ്റായ പ്രതീക്ഷ തരും. തെറ്റായ പ്രതീക്ഷ. അതേത് വാക്യം എന്നറിയാമോ? ബൈബിളുള്ളവർ വായിച്ചേ.
നിങ്ങൾ മരിക്കുകയില്ല. സർപ്പം സ്ത്രീയോട് പറഞ്ഞു. 4-ാമത്തെ വാക്യം വായിക്കാം. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും. ദൈവം പറഞ്ഞത് എന്താ? നിങ്ങൾ മരിക്കും. ഇവിടെ പറഞ്ഞത് എന്താ? നിങ്ങൾ ദൈവത്തെ പോലെ ആകും. നിങ്ങൾ ആ വളർച്ച മനസ്സിലാക്കിയ പിശാച്, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ അനുസരണക്കേടാണ് പാപം. ആദ്യത്തെ പാപം അനുസരണക്കേടാണ്. ആദ്യത്തെ പാപം അനുസരണക്കേടിന് മുമ്പ് ഒരു പാപം സംഭവിച്ചു. നമ്മുടെ വീഴ്ചയുടെ ആരംഭം നമ്മൾ ദൈവത്തെ സംശയിക്കുന്നിടത്താണ്. നമ്മുടെ വീഴ്ചയുടെ ആരംഭം നമ്മൾ ദൈവത്തിൻ്റെ വാക്കിനെ സംശയിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കിനെ സംശയിക്കുന്നിടത്ത് വീഴ്ച ആരംഭിക്കുകയാണ്. ബ്രീച്ച് ഉണ്ടായി, വിള്ളല് വീണു. ആദ്യത്തത് സംശയം. 2, ദൈവം പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യം ആര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും? പിശാച് പഠിപ്പിച്ചു കൊടുക്കും. പിശാച് നമ്മളെ പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ശരിക്കും പിശാച് വന്നിട്ട് പറയേണ്ടിയിരുന്ന കാര്യം. ഇന്ന് നമ്മൾ പിശാചിനെ മനസ്സിലാക്കുന്ന രീതിയിൽ പിശാച് വന്നിട്ട് എന്താ പറയണ്ടേ? പിശാച് എന്ത് പറയണം? ദൈവം ഒന്നും ഇന്നതല്ലേ? ഇന്ന് നമ്മൾ അങ്ങനെയല്ലേ? ദൈവം ഒന്നും ഇല്ല, അതല്ലേ പറയണ്ട. പിശാചിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അറ്റാക്ക് അതല്ലേ? ദൈവം ഒന്നും ഇല്ല. ഇന്നിപ്പോ ഒത്തിരി പേര് അങ്ങനെ പറയുന്നില്ലേ, ദൈവം ഒന്നും ഇല്ല. പക്ഷെ പിശാച് എത്ര കൗശലക്കാരെന്നുള്ള മനസ്സിലായോ? ദൈവം ഇല്ലെന്നല്ല പിശാച് പറയുന്നത്. പിശാച് എന്താ പറയുന്നത്? ദൈവം പറയുന്നതൊന്നുമല്ല ശരി. ദൈവമില്ലെന്ന് നേരെ വന്ന് പറയില്ല നമ്മളോട് പിശാച്. ഇങ്ങനെ പറയും, ദൈവം പറയുന്നതൊന്നുമല്ല ശരി, വേറെയാണ് ശരി. ദൈവത്തെ എന്താക്കി അവതരിപ്പിച്ചു? ദൈവത്തിന്റെ അസ്തിത്വത്തെ പിശാച് തള്ളി പറയുന്നില്ല. മറിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തെ, സ്നേഹത്തെ, കരുതലിനെ എടുത്തു മാറ്റും. ദൈവത്തെ എങ്ങനെ ആക്കും? ഇവിടെ ദൈവത്തെ സന്തോഷമില്ലാതാക്കുന്ന ദുഷ്ടനാക്കി അവതരിപ്പിച്ചു. ഇതാ ഇന്ന് നടക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എന്താ പള്ളിക്കാരൻ ഇഷ്ടമില്ലെന്നറിയാവോ? നമ്മുടെ യൂത്ത് എന്താ വിശ്വാസത്തോട്, ആരാധനയോട് താല്പര്യമില്ലാതെ നിൽക്കുന്നത്? കാരണം ദൈവത്തെ അവരുടെ മുമ്പിലേക്ക് ഇന്ന് അവതരിപ്പിക്കുന്ന രീതി, ദൈവം എന്ന ആശയം നിന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ആശയമാണ്. നിനക്ക് എന്തും ചെയ്യാം. ചെയ്യരുതെന്ന് പറയുന്നവനാണ് ആര്? ദൈവം. ചെയ്യരുതെന്ന് പറയുന്ന, നിന്റെ മേൽ അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന ഇമേജിന്റെ പേരാണ് ദൈവം. ഇതാണ് പിശാച് അന്നും ചെയ്തത്. ഇവരിൽ അതാണ് ക്രിയേറ്റ് ചെയ്തത്. ദൈവം കള്ളത്തരം പറഞ്ഞു, ദൈവം കള്ളം പറഞ്ഞെന്നാക്കി. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെച്ച് പറയുന്നത്, അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറി കൊടുക്കാൻ എഫേർട്ട് എടുക്കണ്ടേ? നമുക്ക് എന്താ നടക്കുന്നത് മനസ്സിലാക്കണ്ടേ? കുഞ്ഞുനാളിൽ പഠിച്ചതൊക്കെ കള്ളങ്ങളായിരുന്നുവെന്ന് കുഞ്ഞുങ്ങൾ പറയാൻ തുടങ്ങിയില്ലേ? അത് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്, അവരുടെ ക്രൈസിസ് അതാണ്. ആദവും ഹവ്വായും കടന്നു പോയത് അതാ. അവരോട് കർത്താവ് ഏദൻ തോട്ടത്തിൽ വിളിച്ചു ചേർത്ത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒരു ഘട്ടമെത്തിയപ്പോൾ പിശാച് തോന്നിപ്പിക്കുകയാണ്, ദൈവം നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ്. ഇന്ന് പലരുടെയും വിശ്വാസം ഇടറുന്നത് ഈ ചിന്തയിലാണ്. വിശ്വാസം ഞങ്ങളെ, ക്രിസ്തീയത ഞങ്ങളെ കബളിപ്പിച്ചു. അതാണ് തുറുപ്പുകുലാൻ പിശാചിന്റെ കയ്യിലുള്ളത്. കർത്താവ് പറഞ്ഞ വാക്കിനെ സംശയിക്കാനുള്ള വിത്ത് ഇട്ടിട്ട് പോവുകയാണ് പിശാച് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത് പറ്റുന്ന അപകടം മനസ്സിലാക്കിക്കേ. 4 അപകടങ്ങൾ പറയാം. ഒന്നാമത്തെ അപകടമാണ് ദൈവത്തിന്റെ വചനത്തെ സംശയിക്കുന്നു. പറഞ്ഞേ, ഒന്നാമത്തെ അപകടം എന്താന്ന് പറഞ്ഞേ? ദൈവത്തിന്റെ വചനത്തെ സംശയിക്കും. 2, ദൈവം പറഞ്ഞതിന് വിപരീതമായ കാര്യത്തിൽ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ദൈവം പറഞ്ഞതിന് വിപരീതമായ കാര്യത്തിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് ഇവര് പഴം കഴിക്കുന്നു. മൂന്നാമത് എന്താ നടക്കുന്ന? ഇവരിൽ എന്താ നടക്കുന്ന അറിയാമോ? ഇവർക്ക് എന്തുണ്ടാകുന്നു? ഇവർക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഞങ്ങള് നഗ്നരാണ്, ഞങ്ങള് പാപികളാണെന്ന് മനസ്സിലാക്കുന്നു അല്ലെ? നാണം വരുന്നു. നാണം വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവര് മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുന്നു. ശരിക്കും ഇവര് കാണിക്കുന്ന മണ്ടത്തരമെന്നറിയാമോ? ഇവർക്കുണ്ടായ സങ്കടത്തെ മാറ്റാൻ കഴിവുള്ളവൻ ആര് മാത്രമാ? ദൈവം മാത്രമാ. ഇപ്പൊ അവരെവിടുന്നാ മറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന്. ഇന്ന് നടക്കുന്ന നോക്കിക്കേ, ആരിൽ നിന്നാണ് ഇവർ മറഞ്ഞിരിക്കുന്നത്? ഇത് ആർക്ക് പറ്റിയെന്നറിയാം? പുതിയ നിയമത്തിൽ ഈശോയുടെ ജീവിതത്തിൽ ഒരാളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. യൂദാസിന് അവന് ചെയ്തത് സെയിം കാര്യമാണ്. അവന് മനസ്സിലായി തെറ്റിപ്പോയെന്ന്. ആദത്തിന് ഹവ്വയ്ക്കും തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലായതുപോലെ യൂദാസിനും ഒരു ഘട്ടത്തിൽ മനസ്സിലായി
തെറ്റുപറ്റി. പിന്നെന്ത് പറ്റി? അവൻ പോയി മരത്തിന്റെ പുറകിൽ മറഞ്ഞിരുന്നു. മരത്തിന്റെ പുറകിൽ മറഞ്ഞിരുന്നതാണ് അവൻ തന്റെ പാപത്തിന്റെ പങ്കുകാരോട് പോയി പറഞ്ഞത്, എനിക്കിത് വേണ്ട, ഈ പണം വേണ്ട. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്കും വേണ്ട. ഇവൻ അവിടെ മറിഞ്ഞിരിക്കാതെ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ സൗഖ്യം അനുഭവിക്കാൻ പറ്റില്ലായിരുന്നോ? പാപത്തിന്റെ ഫലം, പാപത്തിന്റെ ഭവിഷ്യത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ കഴിവുള്ളവനിൽ നിന്ന് പാപം നമ്മളെ മറച്ചു കളയും. പിശാചിന്റെ അടുത്ത തന്ത്രം അതാണ്. സൗഖ്യം നിനക്ക് പറ്റത്തില്ല, നീ പോയി, നീ നശിച്ചു, നീ നഷ്ടപ്പെട്ടു, നീ പാത്തിരിക്കുക എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാര് പറയുന്ന ഒരു സുന്ദരമായ വാക്യമുണ്ട്. അപ്രയം പിതാവിന്റെ വാക്യമാണ്, എൻ്റെ ഒന്നുമല്ല. സഭാപിതാവായ അപ്രയം പിതാവ് പറഞ്ഞൊരു വാക്യം കേൾക്കണോ? ആദം മരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നു. ആദം മരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നു. ആരിൽ നിന്ന് മറഞ്ഞിരുന്നു? ദൈവത്തിൽ നിന്ന് മറഞ്ഞ് എവിടെ ഒളിച്ചു? മരത്തിന്റെ പിറകിൽ ഒളിച്ചു. മരത്തിന്റെ പിറകിൽ ഒളിച്ചു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും കണ്ടുപിടിക്കാവോ? നോക്കട്ടെ, അപ്രയം പിതാവിന്റെ തലയുള്ള ആരിലുണ്ടോ നോക്കട്ടെ. ആദം മരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നു. ഈശോ മരത്തിന്റെ മേൽ ദൈവത്തിന് കാണാൻ പാകത്തിൽ കിടന്നു. ആദം മരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നെങ്കിൽ കർത്താവ് കുരിശിൽ മരത്തിനുമേൽ കിടന്നു. എന്തിനാ? ഇനി ഒരിക്കലും നീ മരത്തിന്റെ പിറകിൽ ഒളിക്കാതിരിക്കാൻ. ഇനി ഒരിക്കലും നീ പാപത്തിന്റെ നീറ്റലിൽ ഒരു മരത്തിന്റെ പിറകിൽ പോയി മറഞ്ഞിരിക്കണ്ട. കാരണം അവൻ നിന്നെ മരത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു, പരിഹാരം അവൻ ചെയ്തു. ഇനി മറഞ്ഞിരിക്കരുത്. നമുക്ക് പറ്റുന്ന അപകടത, പാപം ചെയ്തു പോയി, അതുകൊണ്ട് ഞാൻ കൊള്ളാത്തവനാണ്, ഞാൻ വേണ്ടാത്തവനാണ്, എനിക്കിനി കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മറഞ്ഞിരിക്കാൻ നോക്കുകയാണ്. മറഞ്ഞിരിക്കരുതേ. അത് പിശാചിന്റെ ജയമാണ്. അത് പാപബോധമല്ല, അത് കുറ്റബോധമല്ല. ക്രിസ്തീയ പാപബോധത്തിൽ കർത്താവിന്റെ കരുണയ്ക്കാണ് മെയിൻ റോള്. കർത്താവിന്റെ കരുണയ്ക്കാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമ്മൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്, കർത്താവിന്റെ കരുണയിലാണ്. അതുകൊണ്ട് ഈ അപകടം, ഈ ഷെയിം, നാണം തെറ്റിപ്പോയി ഇടറിപ്പോകാത്തത് ആരാന്നേ ഉള്ളേ? നമുക്കൊക്കെ തെറ്റുകൾ പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചു മറഞ്ഞും പാത്തും ഇരിക്കണ്ട. ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ ഒരു സങ്കടത്തിന്റെ അധ്യായം ഉണ്ടായവര്, ഒരു അപമാനത്തിന്റെ ഒരു നാൾ വഴിയിലൂടെ കടന്നു പോകേണ്ടി വന്നവര്, ഒന്ന് ഇടറിപ്പോയവര്, ആരും കേട്ടാൽ ചിരിക്കുന്ന അറയ്ക്കുന്ന ചെയ്തികളിലൂടെ ജീവിതം കടന്നു പോയവര്, സാരയില്ല, അത് മുമ്പിലേക്ക് വാ. കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്ക്. മരത്തിന്റെ പിറകിൽ പോയി മറഞ്ഞിരിക്കുമ്പോൾ ജയിക്കുന്നത് പിശാചാണെന്ന് തിരിച്ചറിയണം. ഇപ്പൊ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോയത്. ഒന്നാമത്തെ പറഞ്ഞേ, എവിടെയാണ് വീഴ്ചയുടെ ആരംഭം? ഒറ്റ വാക്ക്, ഏതാണത്? കർത്താവിന്റെ വചനത്തെ അവര് സംശയിച്ചു. കർത്താവിന്റെ വചനത്തെ അവര് സംശയിച്ചു. 2, കർത്താവ് പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യം പ്രതീക്ഷിച്ചു. കർത്താവ് പറഞ്ഞതിന് നേരെ വിപരീതമായ കാര്യം അവര് പ്രതീക്ഷിച്ചു. പിശാച് ആ കെണി അവരിൽ ഉണ്ടാക്കി. മൂന്നാമത്തതാണ് നമ്മൾ പറഞ്ഞത്, എന്ത്? മരത്തിന്റെ പിറകിൽ ഒളിക്കുന്ന മരത്തിന്റെ പിറകിൽ ഒളിക്കാന്ന് വെച്ചാൽ ആരിൽ നിന്ന് മറയുക എന്നർത്ഥം. പാപത്തേക്കാൾ അപകടം കർത്താവിന്റെ കരുണയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതാണ്. പാപത്തേക്കാൾ അപകടത. പാപം ചെയ്താലും കർത്താവ് പൊറുക്കത്തില്ലേ? പക്ഷെ കർത്താവിന്റെ കരുണയെ സ്വീകരിക്കാൻ പാകത്തിൽ നീ ഒന്ന് വന്ന് നിന്നാലല്ലേ കർത്താവിന് കരുണ കാണിക്കാൻ പറ്റൂ. ഇത് മരത്തിന്റെ പുറകിൽ ഒത്തിരി ആൾക്കാർ പള്ളിയിൽ പോകാത്ത എന്നറിയാമോ? ഒത്തിരി ആൾക്കാർക്ക് ദൈവചാരില്ലാതായി പോകുന്നത് അവനൊരു തോന്നൽ തലയിൽ കയറി, എനിക്കതിനുള്ള യോഗ്യത ഇല്ല. അപ്പൊ അവനോട് പറഞ്ഞു കൊടുക്കണം, നീ വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നത് യോഗ്യത ഉണ്ടായിട്ടാണെന്ന്? ഞങ്ങൾക്കും യോഗ്യതയില്ല. കർത്താവിന്റെ കരുണയിലാണ് ഞങ്ങള് ആശ്രയം വെക്കുന്നത്. മരത്തിന്റെ പിറകിൽ ഒളിക്കാതെ നമുക്ക് വേണ്ടി കർത്താവ് മരത്തിന്റെ മുമ്പിൽ കിടന്നുവെന്ന്, മരത്തിന്റെ മേൽ കിടന്നുവെന്ന് തിരിച്ചറിവ് കൊടുത്ത് അവരെയും കൂടെ നമുക്ക് മരത്തിന്റെ മുമ്പിലേക്ക്, കർത്താവിന്റെ കാഴ്ചവട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. 4ാമത്തെ അപകടം ഈ പാപം കൊണ്ടുവരുന്നതെന്നറിയാമോ? എന്താണ്? അതാണ് അച്ചായൻ പറഞ്ഞത്. അച്ചായനല്ലേ, ആരാ പറഞ്ഞത്? ചേച്ചി പറഞ്ഞത്. എന്താണ് 4ാമത്തെ അപകടം? ബന്ധം മുറിഞ്ഞത് ആരോടായിരുന്നോ? ബന്ധം മുറിഞ്ഞത് ആരോടാ? ശരിക്കും ഈ എപ്പിസോഡിൽ, ഈ നറേഷനിൽ ഇവർക്ക് ആദത്തിനും ഹവ്വയ്ക്കും ബന്ധം മുറിഞ്ഞത് ആരോടാ? ദൈവത്തോട് ബന്ധം മുറിഞ്ഞു. ദൈവത്തോട് ബന്ധം മുറിഞ്ഞാൽ സ്വാഭാവികമായും ബന്ധം മുറിയും. ആരോടുള്ളത്? പരസ്പരമുള്ള ബന്ധം. തുടക്കത്തിൽ ദൈവത്തോടാണ് ബന്ധം മുറിഞ്ഞതെങ്കിൽ നറേഷൻ അവസാനിക്കുമ്പം ആരോട് ബന്ധം മുറിഞ്ഞു? ആദത്തിന് ഹവ്വായോടുള്ള ബന്ധം മുറിഞ്ഞു. ആദത്തിന് ഹവ്വായോടുള്ള ബന്ധമുറിയാണ്. നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ എന്ന് ഹവ്വായെ വിളിച്ചതോടുകൂടി ഹവ്വായുമായുള്ള എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും
എന്ന് ആദം വിശേഷിപ്പിച്ചതാണ് ആരെ? ഹവ്വായി. എൻ്റെ എന്ന് വിശേഷിപ്പിച്ചവളെ ഇപ്പൊ പറയുന്നു, നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ. പാപം ബന്ധം മുറിക്കും, പാപം ബന്ധം മുറിക്കും. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് ആത്മശോധന ചെയ്യണേ. കുടുംബങ്ങളിൽ നടക്കുന്നത് ശരിക്കും ഞാൻ ഈ ഒത്തിരി നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എപ്പോഴും പറയാറുള്ള, ഒരു പക്ഷേ പറഞ്ഞ് എനിക്ക് തന്നെ ആവർത്തന വിരസത വന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ക്വാളിറ്റി അറിയേണ്ടത് എങ്ങനെയാണ് ജീവിത പങ്കാളിയോട് ഇടപെടുന്നത്, എങ്ങനെയാണ് കൂടപ്പറപ്പിനോട് ഉള്ള ബന്ധം സൂക്ഷിക്കുന്നത്. അവിടെയാണ് കേട്ടോ. നീ പറയുന്ന ഹല്ലേലൂയയുടെ മുഴക്കത്തേൽ സ്വർഗത്തിൽ കയറിപ്പോന്ന് വിചാരിക്കരുതേ. ഹല്ലേലൂയയുടെ മുഴക്കത്തേൽ സ്വർഗത്തിൽ കയറിപ്പോന്ന് വിചാരിക്കരുത്. കാരണം പാപം കൊണ്ടുവന്ന 4 വിള്ളലുകളുണ്ട്, 4 അപകടങ്ങളുണ്ട്. ദൈവത്തോട് ബന്ധം വീണ്ടെടുത്തവർ, ദൈവത്തോട് ബന്ധം വീണ്ടെടുത്തുവെന്ന് പറയുന്നവർ സഹോദരങ്ങളുള്ള ബന്ധത്തെ വീണ്ടെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മാനസാന്തരം പൂർണ്ണമായിട്ടില്ല. ജീവിത പങ്കാളിയെ കുറവുകളോടുകൂടെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. ജീവിത പങ്കാളിയെ ഇതുവരെയായി കുറവുകളോടുകൂടെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എനിക്ക് കർത്താവ് നൽകിയതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഏറ്റെടുക്കാൻ. പാപമല്ല കേട്ടോ, പാപത്തിന് കൂട്ടുനിൽക്കണം എന്നൊരാശയം ഇതിനകത്തില്ല. ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, കൂടപ്പുറപ്പുകളാകട്ടെ, അവർ നിങ്ങളെ പാപം ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പാപത്തെ നിങ്ങൾ അനുകൂലിക്കാൻ ഇതിനർത്ഥമില്ല. മറിച്ച് അവരുടെ ചില കുറവുകളോട്, അവരുടെ സ്വഭാവത്തിലുള്ള കുറവുകളോട്, അവരുടെ ചില പരിമിതികളോട് കരുണയോടെ സഹിഷ്ണുതയോടെ ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ മീനിങ്ലെസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ പാപം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന 4 അപകടങ്ങളാണ് പറഞ്ഞത്. പിശാച് എങ്ങനെയാണ് നമ്മുടെ അകത്തേക്ക് നുഴഞ്ഞു കയറി. കാരണം ദൈവത്തോട് സെക്കൻഡ് 2 പാട്ടില്ലേ. ഒന്നാമത് സംശയം, 2 ദൈവം പറഞ്ഞതിന് വിപരീതമായ കാര്യം നടക്കുമെന്ന് മനുഷ്യരെ വിശ്വസിപ്പിക്കുന്നു. മൂന്നാമത്തത് എന്താണ്? മരത്തിന്റെ പിറകിൽ ഒളിക്കുന്നു. അതായത് ഇനി വീണ്ടെടുപ്പ് സാധ്യമാകാത്ത രീതിയിൽ ദൈവത്തിൽ നമ്മളെ അകറ്റുന്ന പിശാചിന്റെ തന്ത്രമാണ് മരത്തിന്റെ പിറകിൽ ഒളിപ്പിക്കുന്നത്. വീണ്ടെടുപ്പ്. പിന്നെയോ ചുറ്റുമുള്ളവരുള്ള ബന്ധത്തെ തകർക്കുന്നു. ഈ 3-ാമത്തെയും 4-ാമത്തെയുമാണ് റിസൾട്ട്. ഉണ്ടാകുന്ന അപകടം അതാണ്. 1ഉം 2ഉമാണ് അതിന്റെ തുടക്കം. 1ഉം 2ഉമാണ്. ഇത് നമ്മളിൽ എങ്ങനെയാണ് നടന്നു വരുന്നതെന്ന്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം. ദൈവം പറയുന്നതിന് വിപരീതമായ കാര്യങ്ങൾ അത് നമുക്ക് എത്ര നന്മയാണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പുറകെ പോകരുത്. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇതിനകത്ത് ഒരു മരത്തേലാണോ പാപം ഇരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു പഴം പാപമാണോ? ഒരു പഴം പാപമാണോ അല്ലയോ? അല്ല, പഴം പാപമല്ല. പഴം എങ്ങനെയാ പാപമാകുന്നത്? ദൈവം സൃഷ്ടിച്ചത് പാപമാകുമോ? ഇല്ല. പഴം കഴിക്കുന്നതും അതിൽ തന്നെ അല്ല പാപം. പിന്നെ എന്താ പാപം? ദൈവമില്ലാത്ത നന്മകൾ പാപമാണ്. അത് ഓർത്തേക്കണം. ദൈവമില്ലാത്ത നന്മകൾ പാപമാണ്. ഇന്നെല്ലാവരും നന്മയെക്കുറിച്ചേ പറയുന്നുള്ളൂ. ദൈവമില്ലാത്ത നന്മകൾ പാപമാണെന്ന് തിരിച്ചറിയണേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാച്ചോ നന്മയ്ക്ക് പാപമാകാൻ പറ്റുന്നത്? നന്മയ്ക്ക് പാപമാകാൻ പറ്റും. ദൈവമില്ലെങ്കിൽ നന്മകൾ പോലും പാപമായിട്ട് മാറും. അതിന്റെ ഉദാഹരണം പറയാം, പെട്ടെന്ന് പറയാം, ശ്രദ്ധിച്ചേ. കല്യാണം കഴിക്കുന്നത് പാപമാണോ? മിണ്ടുന്നില്ലോ. കല്യാണം കഴിക്കുന്നത് പാപമാണോ? മണ്ടത്തരമാണോ എന്നല്ല ചോദിച്ചേ. പാപമാണോ? കല്യാണം കഴിക്കുന്നത് പാപമാണോ? അല്ല. 2 ജോഡി കാളയെ വാങ്ങുന്നത് പാപമാണോ? അല്ല. 3 വയല് വാങ്ങുന്നത് പാപമാണോ? അല്ല. ഇതൊന്നും പാപമല്ലതാനും. പിന്നെയോ എന്താണ്? പാപമല്ലതാനും. പിന്നെ എന്താണ്? നന്മയാണ്. വിവാഹം കഴിക്കുന്ന നന്മയല്ലേ? നന്മയാണ്. കാരണം ദൈവം ആഗ്രഹിച്ചതല്ലേ. നിങ്ങളുടെ ഏകനായിരിക്കും നല്ലതല്ല, മനുഷ്യൻ ഏകനായിരിക്കും നല്ല, വിവാഹത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ചു. 2 കാളയെ വാങ്ങുന്ന നല്ലതല്ലേ, വയല് വാങ്ങുന്ന നല്ലതല്ലേ? കാരണം കർത്താവല്ലേ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ കർത്താവല്ലേ. അപ്പൊ ഇതൊക്കെ നന്മയല്ലേ? പക്ഷെ നന്മയെന്ന് തോന്നുന്നവ പാപമായി സുവിശേഷത്തിൽ. നന്മയെന്ന് തോന്നുന്നവ പാപമായി സുവിശേഷത്തിൽ. എപ്പോഴാ ഈ 3 കാര്യം എവിടെയാ നമ്മൾ കണ്ടേ? ഈ 3 കാര്യങ്ങൾ എവിടെയാ നമ്മൾ സുവിശേഷത്തിൽ കണ്ടേ? നിങ്ങൾ ഓർത്തേക്കരുത് ഈ മനുഷ്യൻ എവിടുന്ന വയലും കാളയും കൊണ്ട് വന്നതെന്ന്. സുവിശേഷത്തിൽ കിടക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ എൻ്റെ ഐഡിയ ഒന്നും അല്ല. ഏതാ? ആദ്യം മര്യാദയ്ക്കുണ്ടല്ലോ സുവിശേഷം കുത്തിയിരുന്ന് വായിക്കുക.
ചുമ്മാ സകലമാന പുസ്തകവും തിരക്ക് പിടിച്ച് വായിച്ചിട്ട് ഒന്നും അറിയാത്തതിലും ഭേദം സമാധാനത്തോടെ ഇരുന്ന സുവിശേഷം 4 മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം വായിക്കാതെ മറ്റ് കഥകൾ വായിക്കാൻ പോയേക്കരുത്. അതിൻ്റെ കുഴപ്പമിത്. ആദ്യം കർത്താവിനെ നന്നായിട്ട് അറിയേ, ഈശോ മിശിഹായെ നന്നായിട്ട് മനസ്സിലാക്കാതെ അതും ഇത് വായിക്കാൻ പോയാൽ അത് പിടിച്ചതും ഇല്ല, കയ്യിലുള്ളതും ഇല്ലെന്ന് പറയുന്നത് കയ്പോ. സുവിശേഷത്തിൽ കിടക്കുന്ന സാധനം ഇത്. ഏതാ ഇത്? പറ, പെട്ടെന്ന് കണ്ടുപിടിക്കുക. വിവാഹം, വയല്, 2 ജോഡി കാള. ഏത്? ഇല്ല, രക്ഷയില്ല, കിട്ടുന്നില്ല. എന്നാ ഞാൻ പറയാം, പോട്ടെ, സാരമില്ല. വിരുന്നൊരുക്കി, യജമാനൻ വിരുന്നൊരുക്കി. ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ ആളെ വിട്ടു. പോയി വിളിച്ചോണ്ട് വാ, വിരുന്നൊരുക്കപ്പെട്ടിരിക്കുന്നു, വരാൻ പറയുന്ന വേലക്കാർ ചെന്ന് വിളിച്ചപ്പോ ഓരോരുത്തരായിട്ട് ഒഴിവ് പറഞ്ഞ കാര്യം. ഒരുത്തൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് വരാൻ മാർഗമില്ല. രണ്ടാമത്തവൻ പറഞ്ഞു, ഞാൻ 2 ജോഡി കാളയെ വാങ്ങിച്ചു, എനിക്ക് വരാൻ മാർഗമില്ല. മൂന്നാമത്തവൻ പറഞ്ഞു, എനിക്ക് വയല് വാങ്ങിച്ചു, എനിക്ക് വരാൻ മാർഗമില്ല. നന്മ തിന്മയായത് കണ്ടോ? നന്മയാണ് അതിൽ തന്നെ. വിവാഹം നന്മയാ, കാള നന്മയാ, വയല് നന്മയാ. നന്മ തിന്മയായി. എപ്പോ? നീ ചെയ്യുന്ന നന്മകളിൽ ദൈവമില്ലെങ്കിൽ നന്മ തിന്മയായി ഭവിക്കുമെന്ന് ഓർത്തേക്കണേ. നിങ്ങളെപ്പോലുള്ള മനുഷ്യർ പ്രത്യേകത ചിന്തിക്കണം. കാരണം ഭക്തരായ മനുഷ്യർ വീഴാൻ സാധ്യതയുള്ള കുഴി ഇതാണ്. കാരണം നിങ്ങൾ അധികം പേരും പാപം ചെയ്തിട്ട് കർത്താവിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയില്ല, അല്ലേ? കാരണം നിങ്ങൾ ദൈവവിചാരത്തോടെ ജീവിക്കുന്ന മനുഷ്യരാണ്. പാപം ചെയ്തിട്ട് കർത്താവിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയില്ല. പക്ഷേ നന്മ ചെയ്ത് കർത്താവിൽ നകലാൻ സാധ്യതയുണ്ട്. നല്ലതെന്ന് കാണപ്പെടുന്നവ ചെയ്ത് കർത്താവിൽ നകലാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് മക്കള് നന്മയാണോ മോശമാണോ? നന്മയാണെന്ന് പറയണമെന്നുണ്ട് അച്ഛൻ, പക്ഷെ കയ്യിലിരിപ്പ് കാണാൻ ചിലപ്പോൾ പറയാൻ തോന്നുന്നുണ്ട് തിന്മയാണ്. നന്മയാണോ മക്കള്? നന്മയാണോ തിന്മയാണോ? നന്മയല്ലേ. പക്ഷേ കർത്താവിനെ മറന്നിട്ട് മക്കളെ ജീവിതത്തിന്റെ 1-ാം സ്ഥാനത്ത് വെച്ചാൽ ഈ നന്മ നിന്റെ ജീവിതത്തിൽ തിന്മയായി ഭവിക്കും. തൊഴില് നന്മയാണോ തിന്മയാണോ? നന്മയാ. പക്ഷെ കർത്താവിനെ മറന്നിട്ട് പള്ളിയിൽ പോകാൻ നേരമില്ല, ബൈബിൾ വായിക്കാൻ നേരമില്ല, കർത്താവിനെ മറന്നിട്ട് തൊഴിലിനെ 1-ാം സ്ഥാനത്ത് വെച്ചാൽ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ എന്തായിട്ട് മാറും? തിന്മയായി. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ദൈവമില്ലാത്ത നന്മകളുടെ പുറകെ പോയേക്കരുത്. നല്ലത് ചെയ്താൽ പോരെ. അങ്ങനെയാ. ഇതിനകത്തൊക്കെ ഒരു കെണിയുണ്ടെന്നേ. അന്ന് പിശാചിന്റെ തന്ത്രമാണ് ഇന്നും നമ്മുടെ അകത്തേക്ക് പുതിയ ചിന്താധാരകളായി നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആളുകൾ ചോദിക്കുന്നു, എങ്ങനെ ജീവിച്ചാൽ എന്താ? നല്ലത് ചെയ്താൽ പോരെ. പോരാ, ദൈവമുണ്ടാകണം. ദൈവമില്ലാത്ത നന്മകൾ. ഇപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ, ഇതെല്ലാം മാറ്റി ചിന്തിച്ചാൽ, ഒരു മരത്തെ കിടക്കുന്ന പഴം അങ്ങോട്ട് പറിച്ചു തിന്നുകൊണ്ട് എന്നാ പറ്റാനാ? മനുഷ്യന് വേണ്ടിയല്ലേ പഴം ഇരിക്കുന്നത്? ആ പഴത്തിലാണ് ഇത്ര വലിയ പാപം ഇരിക്കുന്നത്? അല്ല, ദൈവമില്ലാത്ത പ്രവൃത്തി നീ ചെയ്തു. ദൈവത്തിന് റോളില്ലാത്ത, ദൈവത്തെ മറന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ പാപം സംഭവിക്കുകയാണ്. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാനൊരു 2-3 ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നമുക്കിടയിലും വന്നിരിക്കുന്ന, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും ഒക്കെ വന്നിരിക്കുന്ന ഒരു അപകടം പിടിച്ച വാക്ക്. സുന്ദരമായ വാക്കാണ്, പക്ഷെ ഈ വാക്കാണ് ഈ പാപത്തിലേക്ക്, ദൈവത്തോടുള്ള ബന്ധം മുറിച്ച് കളയുന്നതിൽ ഒത്തിരി പേർക്ക് ഇന്ന് കാരണമായിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഇവിടെയും ധൂർത്തപുത്രന്റെ ഉപമയിലും ഈ വാക്കാണ് കീ റോള് കളിച്ചത്. ഏത് വാക്കാണ്? ആ വാക്കാര് കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ഇവിടെ ഏദൻ തോട്ടത്തിലും ധൂർത്തപുത്രന്റെ ഉപമയിൽ ഇളയ മകൻ അപ്പനിൽ നിന്ന് അകന്നു പോകാനും കാരണമായ ഈ 2ഇടത്തും അവരെ ആകർഷിച്ചൊരു വാക്ക് കാണാം. ആ വാക്ക് അവിടെ ഇല്ല, നമ്മൾ കണ്ടെത്തുകയാണ്. അതാണ് അവരുടെ ഉള്ളിലെ തോട്ട്. ഏത് വാക്കായിരിക്കും? വലിയൊരു വാല്യൂ ആണ് ആ വാക്ക്. അതിൽ തന്നെ അതൊരു മൂല്യമാണ്. പക്ഷെ അതൊരു അപകടവുമാണ്. അത് ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ. ഏത് വാക്ക? ഇന്ന് നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ, നമ്മുടെ കുട്ടികൾക്കിടയിൽ അവരാവർത്തിച്ച്, വിവാഹ ബന്ധങ്ങളിൽ പോലും ചെറുപ്പക്കാരായ ദമ്പതികളുടെ ഇടയിൽ അവരാവർത്തിച്ച് പറയുന്നൊരു വാക്കുണ്ട്. ഈ വാക്കാണത്. ഏത് വാക്ക? ഈ വാക്കാണ് അവരുടെ ആകർഷണം. ഈ വാക്കിനാൽ ആകർഷിക്കപ്പെട്ടാണ് അവർ ദൈവത്തിൽ നിന്ന് അകലുന്നത്. ഏത് വാക്ക? ഏദൻ തോട്ടത്തിലും ധൂർത്തപുത്രൻ. ഏത് വാക്ക? പാപത്തിന് ആകർഷണമില്ലല്ലോ. പാപം എന്നുള്ള വാക്കിന് അതിൽ തന്നെ ഒരു ആകർഷണമില്ലല്ലോ. എക്സാക്ട്ലി കറക്റ്റ്. ഏത് വാക്കാന്നല്ലേ? സ്വാതന്ത്ര്യം. ഇന്ന് ഒത്തിരി അപകടം ഉണ്ടാക്കുന്ന വാക്കാണിത്, സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ബേസിക്കലി നല്ലതാണ്, നമ്മളും നല്ലതാണ്. പക്ഷേ
ചില ആശയങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ് കെണിയിരിക്കുന്നത്. സ്വാതന്ത്ര്യം അതിൽ തന്നെ നല്ല വാക്കാണ്. ആദവും ഹവ്വായും ആഗ്രഹിച്ചത് എന്തായിരിക്കാം? ഇതിനകത്ത് കിടക്കുന്ന ഏതും പറിച്ചു ഞങ്ങൾക്ക് എന്ത് വേണമെന്ന്? സ്വാതന്ത്ര്യം. ഞങ്ങളെയല്ലേ ഇതിൻ്റെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ എന്ത് വേണം? സ്വാതന്ത്ര്യം. ധൂർത്തപുത്രന്റെ ഉപമയിലെ മകൻ എന്തായിരിക്കും ആഗ്രഹിച്ചത്? എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ. സംഭവം അപ്പൻ്റെ വീടൊക്കെ കൊള്ളാം, യജമാനന്മാർ ദാസന്മാരൊക്കെ ഉണ്ട്, 4 തരം ഭക്ഷണം കിട്ടുന്നു. പക്ഷെ എന്തില്ല എനിക്ക്? എന്തിലും തോന്നുന്നു ഇവന് എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന്. എനിക്ക് സ്വാതന്ത്ര്യം വേണം, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. പക്ഷെ ഈ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന്റെ കെണി ഇതാണ്. സ്വാതന്ത്ര്യം നമ്മളെ മെല്ലെ കൊണ്ടുപോകുന്നത് ദൈവമില്ലാത്ത സ്വാതന്ത്ര്യം, ദൈവവും ദൈവിക നിയമങ്ങളും ഇല്ലാത്ത സ്വാതന്ത്ര്യം നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് സർവനാശത്തിലേക്കായിരിക്കും. ധൂർത്തപുത്രന്റെ ഉപമയിലെ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ ചെന്ന് അവസാനിച്ചതുപോലെ സ്വാതന്ത്ര്യം തേടിയവൻ ഒടുക്കമെത്തിയത് അടിമത്തത്തിലാണെന്ന് ഓർക്കണേ. സ്വാതന്ത്ര്യം തേടിയവൻ ഒടുക്കമെത്തിയത് അടിമത്തത്തിലാണ്. ദൈവമില്ലാത്ത സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെക്കണം. ദൈവമില്ലാത്ത സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെക്കാൻ പറ്റണം. ദൈവമില്ലാത്ത കാരണം ഉണ്ടല്ലോ, 2 വാക്കുകൾ പറയാം. ഒന്ന് സ്വാതന്ത്ര്യം, 2 സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് പറയും. കർത്താവിൻ്റെത് ആയിരിക്കുന്ന അനുഭവം. പറഞ്ഞ 2 വാക്കുകൾ പറഞ്ഞു. ഒന്നാമത്തെ വാക്ക് എന്തായിരുന്നു? സ്വാതന്ത്ര്യം. രണ്ടാമത്തെ വാക്ക് കർത്താവിൻ്റെതായിരിക്കുന്ന അനുഭവം. പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ചേരത്തില്ല. സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് നമ്മൾ എന്ത് മുറിക്കുന്നു? കർത്താവിൻ്റെതായിരിക്കുന്ന അനുഭവത്തെ മുറിക്കുന്നു. അത് അപകടമാണ്. കർത്താവിൻ്റെതായിരുന്നിട്ടുള്ള സ്വാതന്ത്ര്യം മതിയെന്ന് പറയുന്നിടത്താണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് നിങ്ങളിത് ഒത്തിരി കേൾക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പിള്ളേരൊക്കെ പറയാൻ തുടങ്ങും. മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെയാണെന്ന് കുഞ്ഞുങ്ങൾ പറയുന്നത്. എൻ്റെ ജീവിതം എൻ്റെ നിയമങ്ങൾ, എൻ്റെ ജീവിതം എൻ്റെ നിയമങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ. അപ്പൊ ദൈവം എവിടെ? അവിടെ ദൈവം എവിടെ? ദൈവമില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ പുറകെ പോകരുത്. ഹല്ലേലൂയ്യ. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. കിട്ടിയോ? ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? യെസ്. കുഞ്ഞുങ്ങളായിട്ടുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ ഒക്കെ മനസ്സിലാകും. കാരണം കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ടോപ്പിക് ആയിരുന്നത് കൊണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഉൽപ്പത്തിയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്: ജനസിസ് ഇസ് ദ നറേഷൻ ഓഫ് ഹൗ വി വെർ ലോസ്റ്റ്. നമ്മൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്നതിൻ്റെ അവതരണമാണ് ഉൽപ്പത്തിയിൽ കിടക്കുന്നത്. ആൻഡ് ഗോസ്പൽ ഇസ് ദ നറേഷൻ ഓഫ് ഹൗ വി ആർ ഫൗണ്ട്. നമ്മൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് ഉൽപ്പത്തി പുസ്തകം പറയുമ്പോൾ നമ്മളെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നാണ് ഏത് പറയുന്നത്? സുവിശേഷം പറയുന്നത്. അതിൻ്റെ ഏറ്റവും സുന്ദരമായ നറേഷനാണ്, അവതരണമാണ് ഏത് ഉപമ? ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഈ അപ്പൻ്റെ നിലപാടിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഫാദർ വാസ് നോട്ട് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ് വിത്ത് കണ്ടീഷൻസ്. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ഈ ചില പരസ്യങ്ങൾ ഇട്ടിട്ട് മേളിലൊരു സ്റ്റാർ ഇട്ടിട്ട് താഴെ എഴുതി കണ്ടീഷൻസ് അപ്ലൈ, കണ്ടീഷൻസ് അപ്ലൈ. നിബന്ധനകൾ ബാധകമാണ്, നിബന്ധനകൾ ബാധകമാണ്. ഈ അപ്പൻ ഗേറ്റിങ്കൽ നിബന്ധനകളുമായി നിൽക്കുകയായിരുന്നില്ല. ബട്ട് ഹി വാസ് ഓൾറെഡി ഇൻ ദ റോഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൻ ഗേറ്റിങ്കൽ നിബന്ധനകളുമായി നിൽക്കുകയായിരുന്നില്ല, മറിച്ച് ഓൾറെഡി മുൻപേ തന്നെ എവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞു? വഴിയിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞു എന്ന്. നിബന്ധനകൾ എന്തായിരിക്കും? ഇനി ഇങ്ങനെ കാണിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ കെറിക്കൂ. കൊണ്ടുപോയ കാശ് സമയം പോലെ പലിശ ഇല്ലെങ്കിലും മുതലെങ്കിലും തിരിച്ചു തരുമെന്ന് നിശ്ചയമുണ്ടെങ്കിൽ കെറിക്കോ. ഇതൊന്നുമില്ല. നിബന്ധനകളില്ലാത്ത കരുണയുടെ പേരാണ് കർത്താവ്. നിബന്ധനകളില്ലാത്ത, കണ്ടീഷൻസ് ഇല്ലാത്ത കരുണയാണ്. അപ്പോൾ തിരിച്ചുവരവ്, ഇറങ്ങിപ്പോക്കും തിരിച്ചുവരവും ധ്യാനിക്കുമ്പോൾ തിരിച്ചുവരവിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് അപ്പൻ്റെ കരുണയാണ്. അപ്പൻ്റെ കരുണയെക്കുറിച്ച് ചിന്തയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നോമ്പ് കാലത്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പാപവഴികളെ, ചില മാനുഷിക ചോദനകളെ ഒക്കെ മാറ്റി കർത്താവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം: നമ്മൾ തിരിച്ചു വരുന്നത്, നമ്മൾ കർത്താവിലേക്ക് തിരികെ ചെല്ലുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, മറിച്ച് കർത്താവ് നല്ലവനായതുകൊണ്ടാണ്. നമ്മൾ കർത്താവിലേക്ക് തിരികെ നടക്കുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല,
മറിച്ച് നമുക്കറിയാം നമ്മൾ ആരിലേക്ക് തിരികെ ചെല്ലുന്നുവോ അവൻ നല്ലവനാണെന്നറിയാം. ആ അറിവാണ് ധൂർത്തപുത്രനെ തിരികെ കൊണ്ടുവന്നത്. അത്തരമൊരു തിരിച്ചുവരവിൻ്റെ കാലത്തിന് ഈ നോമ്പ് കാലത്ത് ആരംഭം കുറിക്കുക. ഇറങ്ങിപ്പോയവർ കർത്താവിനെ സംശയിച്ച് അവൻ പറഞ്ഞതിന് വിപരീതമായ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ച് മരത്തിൻ്റെ പിറകിൽ ഒളിച്ച് തമ്മിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇറങ്ങിപ്പോയവർ കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിച്ചു വരട്ടെ. ഈ ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ധൂർത്തപുത്രൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ നാടകം കളിക്കുമ്പോൾ ഡയലോഗ് പറഞ്ഞു നോക്കും. ഞാനും പണ്ട് നാടകം കളിച്ചിരുന്ന കാലത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എവിടെയെങ്കിലും റിഹേഴ്സൽ ടൈമിൽ പോയിരുന്ന് സ്റ്റേജിൽ പറഞ്ഞ ഡയലോഗ് പഠിക്കും. ഇങ്ങനെ പിന്നെയും പറഞ്ഞ് പഠിക്കും. എന്നിട്ട് അതാണ് നമ്മൾ സ്റ്റേജിൽ വന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് പറഞ്ഞങ്ങോട്ട് തീർക്കുന്നതിന് മുമ്പ് മറ്റേയാൾ ഡയലോഗ് കയറി പറഞ്ഞ് നമുക്ക് ഇഷ്ടം വരുമോ ഇല്ലയോ? ഇഷ്ടക്കേട് വരുമോ ഇല്ലയോ? നമ്മൾ പഠിച്ച ഡയലോഗ് മുഴുവൻ പറയിപ്പിച്ചില്ല. അതിനു മുമ്പേ അവൻ ഓവർലാപ്പ് ചെയ്യും, കയറി പറയും ഡയലോഗ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. പക്ഷേ നമ്മൾ ഈ പറയേണ്ടി വരുന്ന ഡയലോഗ് ജീവിതത്തിൽ നിന്ന് പറയുന്ന, നമ്മളെ ആകെപ്പാടെ നാണം കെടുത്തുന്നൊരു ഡയലോഗാണെങ്കിലോ, അതായത് ഈ ഡയലോഗ് പറയുമ്പോൾ ഞാനങ്ങ് ചെറുതായി പോവാണ്, പക്ഷെ ആ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിച്ചില്ല. അതാണ് ഇവിടെ നടന്നത്. ധൂർത്തപുത്രൻ പന്നിക്കുഴിലിരുന്ന് ഡയലോഗ് ട്രെയിനിങ് നടത്തുന്നുണ്ട്. നാടകം റിഹേഴ്സൽ കളിക്കുന്നുണ്ട്. റിഹേഴ്സൽ കളിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു ഡയലോഗ് ഞാൻ പറയാം. ഇതിനകത്ത് ഏത് ഡയലോഗാണ് അപ്പൻ അവനെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നതെന്ന് ബൈബിള് നോക്കാതെ കണ്ടുപിടിക്കണേ. ബൈബിൾ നോക്കരുതേ, ബൈബിൾ നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പം. നോക്കട്ടെ. അവൻ പറയുകയാണ്, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പന്നിക്കുഴി കിടക്കുക, അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുക. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, ഞാൻ അവനോട് പറയും. ഇന്ന് ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുകയാണേ. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഡയലോഗ് പഠിച്ചു. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞോടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചുംബിച്ചു. മകൻ പറഞ്ഞു. ഡയലോഗ് പഠിച്ച ഡയലോഗ് പറയാൻ തുടങ്ങുക. പക്ഷെ ഒരു ഡയലോഗ് പറയിപ്പിച്ചില്ല അപ്പൻ വളരെ ബുദ്ധിപൂർവമാണ്. അതാണ് അപ്പൻ്റെ കരുണ. അതായത് പാപം ചെയ്തിട്ട് തിരികെ വന്നവൻ്റെ ആത്മാഭിമാനത്തെ മാനിക്കുന്ന കർത്താവിൻ്റെ കരുണയാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഏത് ഡയലോഗായിരിക്കും പറയിപ്പിക്കാന്ന്? എല്ലാ ഡയലോഗും പറഞ്ഞോ? ഏത് ഡയലോഗാണ് പറയിപ്പിക്കാൻ? ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തേ. ലൂക്കാ 15 21 വാക്യം വായിച്ചേ. ലൂക്കാ 15:21 വായിച്ചിട്ട് പറയിപ്പിക്കാതിരുന്ന ഡയലോഗ് കണ്ടുപിടിച്ചേ. ലൂക്കാ 15:21 വായിച്ചേ. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. ഓക്കെ. പിതാവാകട്ടെ. അത് കഴിഞ്ഞ് പിന്നെ നറേഷനിലേക്ക് പോവാ. അപ്പൊ ഏത് ഡയലോഗാ പറയിപ്പിക്കാതിരുന്നേ? വേഗം പറ. നോക്കിക്കേ, മേളിൽ കിടക്കുന്ന നോക്കിക്കേ. 19 വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കും. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണേ. അത് പറയിപ്പിച്ചില്ല അപ്പൻ. ഇവൻ ഡയലോഗ് പഠിച്ചു വെച്ചിരുന്നതാ. ആ ഡയലോഗ് ഇവനെ കൊണ്ട് പറയുന്നതിന് മുമ്പേ പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടെന്ന് അവനെ അണിയിക്കുക, അവൻ്റെ വിരലിൽ മോതിരം ഇടുക, അവന് എന്ത് കൊടുക്കുക? ചെരുപ്പ് ധരിപ്പിക്കുക. 3 കാര്യങ്ങളാണ് ഉടനെ കൊടുത്തത്. ദാസനെന്ന് പറയാൻ നാവിൻ തുമ്പിൽ ആ വാക്ക് വെച്ച് നിൽക്കുന്നവനോട് അപ്പന്റെ പ്രതികരണം, വസ്ത്രം ധരിപ്പിക്ക്, 2 മോതിരമിട്, ചെരുപ്പിടിപ്പിക്ക്. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാമോ? വസ്ത്രം എന്താ സൂചിപ്പിക്കുന്നത്? വസ്ത്രം ഏദനിൽ പാപം ചെയ്തപ്പോൾ എന്ത് പറ്റി? നഗ്നരായി. അപ്പൊ പാപം തിരിച്ചു വരുന്നവരെ എന്താ ആദ്യം ചെയ്യിപ്പിക്കുന്നത്? വസ്ത്രം ധരിപ്പിക്കുന്നു. പാപത്തിന്റെ കറയിൽ നിന്ന് മോചിപ്പിച്ച് വസ്ത്രം ധരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് നടക്കുന്നൊരു സമയമുണ്ട്. എപ്പോഴത്? എക്സാക്ട്ലി, എല്ലാം കണക്റ്റഡ് ആണ്. കണ്ടോ, നമ്മളെ എപ്പോഴാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്? മാമോദീസായിൽ. കാരണം എന്താ? ഉത്ഭവ പാപത്തിന്റെ കറയിൽ നിന്ന് വിടുവിച്ചെടുത്തു, മാമോദീസ മുക്കിയെടുത്തു. വെള്ളം മാലിന്യങ്ങൾ മാറ്റി കഴിഞ്ഞപ്പോൾ എന്ത് ഇടിപ്പിക്കുന്നു? പുതിയ വസ്ത്രം
ഇടിപ്പിക്കുന്നു. പുതിയ വസ്ത്രം ഇടിപ്പിക്കുന്നത് പാപത്തിനുള്ള വേർപെടുത്തൽ, കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുപറ്റുകയാണ് നമ്മൾ. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം, റോബ് ഓഫ് ഗ്ലോറി എന്നാ പറയുന്നത്. റോബ് ഓഫ് ഗ്ലോറി, അവൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം നിന്നെ അണിയിക്കുന്നു. 2 എന്ത് ചെയ്യുന്നു? മോതിരം എന്ന് സൂചിപ്പിക്കുന്നേ എന്താണ്? മോതിരം വിവാഹിതരാകുന്നു. മോതിരം എന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് അനന്തരാവകാശിയുടെ മോതിരമാണ്. അവകാശിയുടെ മോതിരമാണ്. അതുകൊണ്ട് നമ്മൾ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ മക്കളെങ്കിൽ അവകാശി, ദൈവത്തിൻ്റെ അവകാശികളും മിശിഹായുടെ കൂട്ടവകാശികളും. മോതിരം ധരിപ്പിച്ചത് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക്, പുത്രന്റെ അവകാശത്തിലേക്ക് അവനെ തിരിച്ചു കയറ്റി. അവന്റെ പാപക്കറ മാറ്റി പുത്രന്റെ അവകാശം തിരിച്ചു കയറ്റി. അടുത്ത് എന്ത് ചെയ്യിപ്പിക്കുന്നു? ചെരുപ്പ്. ചെരുപ്പ് എന്താ? ചെരുപ്പ് ജീവിതത്തിന്റെ നിയോഗത്തെ ഏൽപ്പിക്കുകയാണ്. യു ഹാവ് എ മിഷൻ. നിനക്കൊരു നിയോഗമുണ്ട്. അനുതാപം, മാനസാന്തരം എന്നത് വെറുതെ തിരിച്ചു വന്ന് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുന്നതല്ല. ഏത് ദൗത്യമാണോ നീ മറന്നു കളഞ്ഞത്, ആ ദൗത്യം വീണ്ടും ചെയ്യുന്നതാണ് യഥാർത്ഥമായ മാനസാന്തരം. അത് കൃത്യം ഒരു പ്രവാചകന്റെ ലൈഫിൽ കറക്റ്റാ. ഏത് പ്രവാചകനാ? യോന പ്രവാചകൻ. യോനായുടെ പാപം എന്തായിരുന്നു? ദൗത്യത്തെ മറന്നു കളഞ്ഞു. ചെരുപ്പ് എവിടെ ഊരിയിട്ടു? ചെരുപ്പ് ദൗത്യമാണ്. ചെരുപ്പ് ദൗത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോ ആ ചെരുപ്പ് വീണ്ടും ഇടുകയാണ് യോന. എപ്പോ? വീണ്ടും അവൻ നിനിവയിലേക്ക് തിമിംഗലവനെ ഛർദ്ദിച്ചിട്ടപ്പോ അവൻ ആ ദൗത്യത്തെയാണ് തിരിച്ചു പിടിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ജീവിത നിയോഗങ്ങളെ, പൂർത്തിയാക്കാൻ കഴിയാതെ മറന്നുപോയ ഉത്തരവാദിത്തങ്ങളെ തിരികെ ഏറ്റെടുക്കുന്നിടത്താണ് മാനസാന്തരം പൂർണ്ണമാകുന്നത്. വെറുതെ കർത്താവിന് വന്ന് മുട്ടുകുത്തി കരഞ്ഞു കാണിക്കുകയല്ല, മറിച്ച് എവിടെയാണോ വീണുപോയത്, മകന്റെ ദൗത്യം നിർവഹിക്കാൻ ഞാൻ മറന്നുപോയിടത്ത് ദാ ഇവിടെ വസ്ത്രം ധരിച്ച്, മോതിരം ധരിച്ച്, ചെരുപ്പ് ധരിച്ച് ആ ദൗത്യത്തെ ഞാൻ വീണ്ടെടുക്കുകയാണ്. ആ ദൗത്യം ഞാൻ ജീവിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഈ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയം വെച്ച് മാമോദീസായുടെ വിശുദ്ധിയെ തിരികെ പിടിച്ച് ദൈവമക്കളുടെ സ്ഥാനത്തെ തിരിച്ചറിഞ്ഞ് ജീവിതം സ്വർഗം ഏൽപ്പിക്കുന്ന നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് അത് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കരുതേ. കർത്താവുമായിട്ട് സാറ്റ് കളിക്കരുത്. സാറ്റ് കളിക്കുന്ന ആരുടെ ശൈലിയാണ്? ആദത്തിൻ്റെ ശൈലിയാണ്. കർത്താവുമായി സാറ്റ് കളിക്കുന്നത് ആദത്തിൻ്റെ ശൈലിയാണ്. കർത്താവുമായി നമ്മൾ ഇനിയും സാറ്റ് കളിക്കാതിരിക്കാനാണ് കർത്താവ് എന്ത് ചെയ്തത്? ആദം മരത്തിൻ്റെ പിറകിൽ ഒളിച്ചെങ്കിൽ കർത്താവ് മരത്തിൻ്റെ മേൽ കിടന്നു. എന്തിന്? നമ്മളിനി ആരും മരത്തിൻ്റെ പിറകിൽ ഒളിക്കാതിരിക്കാൻ, പാപത്തിൻ്റെ അപമാനം നമ്മൾ പേറാതിരിക്കാൻ അവൻ നമുക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിച്ചു. അതിൻ്റെ കരുണയെ സ്വീകരിക്കാൻ, അതിന് പാത്രമായി നമ്മൾ തന്നെ ഒരുക്കി നിർത്തുന്ന നാളുകളാക്കി ഈ നാളുകളെ മാറ്റാം.